ഹരേ കൃഷ്ണ. ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും താൻ വലിയവനാണെന്നൊരു ചിന്ത വന്നുകൂടാ. അത് ഭക്തിയുടെ കാര്യത്തിലായാൽ പോലും ഭഗവാൻ അത് മുളയിലേ നുള്ളിക്കളയുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ളൊരു കഥ കേട്ടാലോ? വലിയൊരു വിഷ്ണുഭക്തനായിരുന്നല്ലോ നാരദൻ. സദാസമയവും നാരായണ നാരായണ എന്ന് ഉരുവിട്ടുകൊണ്ട് നടക്കും. അദ്ദേഹത്തിന് തൻ്റെ ഭക്തിയിൽ വലിയ അഭിമാനമായിരുന്നു. തന്നേക്കാൾ വലിയൊരു വിഷ്ണുഭക്തൻ വേറെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഭഗവാന്റെ വലിയ ഭക്തൻ താൻ തന്നെയെന്ന് ഭഗവാനിൽ നിന്ന് നേരിട്ടറിയുക എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി. ഭഗവാനോട് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ആരാണെന്ന് ചോദിച്ചറിയുകയായിരുന്നു ഉദ്ദേശം. തൻ്റെ പേര് തന്നെയാവും ഭഗവാൻ പറയുക എന്ന് നാരദർ കരുതിയിരുന്നു. നാരദരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ഭഗവാൻ അല്പസമയം മന്ദഹാസം പൂണ്ടു. അതിനുശേഷം അദ്ദേഹം നാരദനോടായി പറഞ്ഞു, ശ്രീപുരം എന്ന ഗ്രാമത്തിൽ വലിയൊരു വിഷ്ണുഭക്തനുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. നാരദൻ ഉടനെ ശ്രീപുരത്തേക്ക് പോയി. ഭഗവാൻ പറഞ്ഞ അടയാളങ്ങളുള്ള ഭക്തനെ കണ്ടെത്തി. അദ്ദേഹം ഒരു സാധാരണ കർഷകനായിരുന്നു. ആ ഒരു ദിവസം മുഴുവൻ കർഷകനോടൊപ്പം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു തവണ പോലും നാരായണ എന്ന് ഉരുവിട്ട് കണ്ടില്ല. പക്ഷേ അന്ന് രാത്രി കർഷകൻ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപായി 3 തവണ നാരായണ എന്ന് ഉരുവിട്ട് ഭഗവാനോട് നന്ദി പറയുന്നതായി ശ്രദ്ധിച്ചു. പിറ്റേ ദിവസം വൈകുണ്ഠത്തിലെത്തിയ നാരദൻ വിഷ്ണുവിനോട് ചോദിച്ചു, ഒരു ദിവസം രാത്രി നേരത്തു മാത്രം 3 തവണ നാരായണ എന്നു പറയുന്ന ആൾ എങ്ങനെയാണ് ഭഗവാനെ അങ്ങയുടെ വലിയ ഭക്തനാവുക? അപ്പോൾ ഭഗവാൻ ഒരു നിറഞ്ഞു തുളുമ്പിയ എണ്ണപാത്രം എടുത്ത് ഒരു തവണ വൈകുണ്ഠത്തെ പ്രദക്ഷിണം വെച്ചു വരുവാൻ നാരദരോട് ആവശ്യപ്പെട്ടു. പക്ഷേ എണ്ണ പാത്രത്തിൽ നിന്നും ഒരു തവണ പോലും തുളുമ്പി പോവരുത്. ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന മട്ടിൽ നാരദൻ വളരെ എളുപ്പത്തിൽ തന്നെ വൈകുണ്ഠ പ്രദക്ഷിണം വെച്ചു വന്നു. ഭഗവാൻ അപ്പോൾ ചോദിച്ചു, എണ്ണ ഒട്ടും തുളുമ്പിയില്ലല്ലോ അല്ലേ? പക്ഷേ ഈ പ്രദക്ഷിണത്തിനിടയ്ക്ക് എത്ര തവണയാണ് അങ്ങ് എന്നെ സ്മരിച്ചത്? എണ്ണ തുളുമ്പാതെ ശ്രദ്ധിച്ചപ്പോൾ താങ്കൾ ഒരു തവണ പോലും എന്നെ സ്മരിച്ചില്ലല്ലോ. ആ കർഷകനാകട്ടെ കഠിനാധ്വാനം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി ഒരു തവണയെങ്കിലും എന്നെ സ്മരിച്ചില്ലേ? നാരദർക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. നാരദർ തൻ്റെ തെറ്റു മനസ്സിലാക്കി തൻ്റെ ഭക്തിയിലുള്ള അഹങ്കാരം വെടിഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിച്ചു. ഭഗവാൻ തൻ്റെ ഭക്തനായ നാരദരുടെ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ശ്രീപുരത്തേക്ക് അയച്ചത്. ഹരേ കൃഷ്ണ. രാധേ രാധേ.